ആദ്യമായിട്ടാണ് റിച്ച് പടത്തിലെല്ലാരും. സുരഭി ചേച്ചി ഉണ്ട് കേട്ടോ. സുരഭിക്ക് എന്തായാലും ദാരിദ്ര്യ. എവിടെ ആര് കണ്ടാലും മോളെ പടമൊന്നുമില്ലേ, മോളെ പടമൊന്നുമില്ലേ? ഇപ്പോഴുണ്ട്. ഇപ്പോഴുണ്ടോ? ഇപ്പോഴും 5 ദിവസത്തിൽ കൂടുതൽ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഞാനൊക്കെ മിഡിൽ ക്ലാസ് ആണ്. എല്ലാം ഞാനിരുന്ന് കാണുന്നത്. മെൻഷൻ ചെയ്ത് കാണിക്കുന്ന ആൾക്കാരാണ് നല്ല മനുഷ്യരാണ്. എന്റെ വീട്ടില് സോമൻ വന്നിട്ടുണ്ട്, പഴയ ആക്ടർ. അതിപ്പോ എന്റെ വീട്ടില് മഞ്ജു ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട് പണ്ട്. അപ്പൊ അടിപൊളി ഒരു കളർഫുൾ മൂവിയാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഭയങ്കര കളർഫുൾ, അത്യാവശ്യം എല്ലാ കളറും ഉണ്ട്. അല്ല, എനിക്ക് ഫേക്ക് അക്കൗണ്ട് ഉണ്ട്, പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു അത് തെറ്റാണോ എന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിയില്ല. പക്ഷെ എന്റെ പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് മലയാളം അറിയാം, പക്ഷെ നിങ്ങൾ പറയുന്ന മലയാളം ഏതൊരു സ്റ്റേജ് ചോദിക്കും അല്ലേ, അത് ഭയങ്കര വൈറലായിരുന്നു. അത് കണ്ണൂരുകാർ മൊത്തമുള്ള ഒരു സർക്കാസം ഉണ്ട്. ഉണ്ട്, കണ്ണൂരുകാർക്കും ഉണ്ട്, എനിക്ക് കുറച്ച് അധികം ഉണ്ട്. ഇതില് ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞില്ല കേട്ടോ. അപ്പൊ ഇതിലെ ക്യാരക്ടർ ഇല്ലേ, ഐഷ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഐഷ, ഓക്കെ. അപ്പം എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും നിങ്ങൾ ഇവിടെ എവിടെയാ? ശരിക്കും എന്റെ വീട് മലപ്പുറം. മലപ്പുറം. മലപ്പുറം അല്ല, നമ്മളെ അങ്ങോട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് എനിക്കൊക്കെ ഡബ് ചെയ്യുമ്പോ ഭയങ്കര പ്രശ്നം. ഷാ ഭയങ്കര പ്രശ്നം. അപ്പൊ ഐഷ എനിക്ക് എന്താ പറയാ, എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഒന്നാമത് മുസ്ലിം ബാക്ക്ഗ്രൗണ്ട്, അപ്പൊ അതിന്റെ കാര്യങ്ങള് പ്ലസ് ഇപ്പോഴത്തെ കാലത്ത് ഇവിടെ ജീവിക്കുന്ന ഒരു urban സെറ്റപ്പിൽ ജീവിക്കുന്ന ഒരാള്. അപ്പൊ അങ്ങനെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അപ്പൊ എന്റെ ഹസ്ബൻഡ് ക്യാരക്ടർ ഞാൻ പെയർ ചെയ്തിരിക്കുന്നത് ചെമ്മൻ ചേട്ടനുമായിട്ടാണ്. ഞാൻ ഇവരെല്ലാവരുമായിട്ടും ഡിഗ്രി ഒഴികെ ബാക്കി എല്ലാവരുമായിട്ട് ഫസ്റ്റ് ടൈമാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അപ്പൊ അടിപൊളി ഒരു കളർഫുൾ മൂവിയാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഭയങ്കര കളർഫുൾ, അത്യാവശ്യം എല്ലാ കളറും ഉണ്ട്. റിച്ച് അല്ലാത്തൊരു ഫ്രെയിം ഇല്ല. റിച്ച് ഫ്രെയിമാണ് ഞങ്ങളുടെ. പുളിക്കലായിരുന്നല്ലോ, പുളിക്കൽ RDX കഴിഞ്ഞിട്ട് പരിപാടിയായിരുന്നു. പുളിക്കലിലും മറ്റേ മറക്കാൻ സാധിച്ചിട്ടില്ല. റിച്ച് ഫ്രെയിംസിലാണ് ആദ്യമായിട്ടാണ് റിച്ച് പടത്തിലെല്ലാരും. സുരഭി ചേച്ചി ഉണ്ട് കേട്ടോ ഈ സിനിമയില്. അപ്പൊ ഞങ്ങള് പതിവ് പോലെ ഞാൻ കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞോളൂ, അതായത് ഏതൊരു സിനിമ കിട്ടി, അപ്പൊ അത് ഞാനതില് ചെയ്യണ്ടായിരുന്നു, പക്ഷെ ഞാനത് വീണ് പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളോടത് കാട്, പുഴ, ദാരിദ്ര്യം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു. ഞാൻ അതാണ് എന്ന് പറഞ്ഞു. അതാണ് സുരഭി ചേച്ചി വീണ് പോയത്. ചേട്ടായി വണ്ടി നിങ്ങൾക്ക് ആഗ്രഹമില്ലെങ്കിലും എനിക്ക് ചെറുതായിട്ട്. അപ്പൊ അങ്ങനെ അപ്പം എല്ലാരും ഉണ്ട്. സുരഭി ചേച്ചിക്കാണ് കൂട്ടത്തിൽ ഇത്തിരി ദാരിദ്ര്യമുള്ളത്. എന്നാ ദാരിദ്ര്യം നമുക്ക് തോന്നുന്നില്ല, പക്ഷെ ഒരു മിഡിൽ ക്ലാസ്. നമുക്കൊക്കെ ഇപ്പൊ ഞാനൊക്കെ മിഡിൽ ക്ലാസ് ആണ്. അപ്പൊ നമ്മളൊക്കെ കാണിക്കും, നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാകുന്ന അങ്ങനെ വലിയ അതാണ് നമ്മളെയൊക്കെ പോലെ അങ്ങനത്തെ ഒരു മിഡിൽ ക്ലാസ്. അല്ലാതെ ഭയങ്കര ദാരിദ്ര്യം അതല്ല, മറ്റേ അല്ല. പക്ഷെ ഇപ്പൊ അല്ല, പക്ഷെ ഇപ്പൊ നിഖിലേക്ക് ഇപ്പൊ ഈവൻ ഓവറോൾ ഇപ്പൊ ഒരു പക്ഷെ ഒരു അങ്ങനെ ഒരു സെറ്റപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഔട്ട്ലുക്ക് അല്ലല്ലോ ആക്ട്രസ് എന്നൊക്കെ പറയുമ്പോ ഫാമിലിയിലേക്ക്. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. എന്റെ അമ്മ എപ്പോഴും ജോലിക്കൊക്കെ പോകുന്നുണ്ട്. ജോലിക്ക് അത് പോയിക്കോട്ടെ, നമുക്ക് ജോലിയില്ലെങ്കിൽ നമ്മള് നിങ്ങൾ വിചാരിക്കുന്ന അത്രയും സുഖമുള്ള ജീവിതമൊന്നുമല്ല. അല്ല, നിങ്ങൾ വിചാരിക്കുന്നത്ര പൈസ ഒന്നും എനിക്ക് കിട്ടുന്നില്ല, അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയും പറയാം. ഏതൊരു സ്ഥലത്ത് സുരഭി ചേച്ചി പറഞ്ഞിട്ട് ഏതോ യൂട്യൂബില് നിഖിലാവിമല്ല ശമ്പളം, സുരഭി ലക്ഷ്മിയുടെ ശമ്പളം അമ്മാര് പറഞ്ഞതിന്റെ പകുതി കിട്ടിയാൽ ഞാൻ ഹാപ്പി ആയിരുന്നു. സുരഭേച്ചി ഇന്റർവ്യൂല് പറഞ്ഞില്ലേ, അതായത് തരുന്ന പൈസക്കാണ് അഭിനയിക്കുന്നെങ്കിൽ അഭിനയിക്കേ. പക്ഷെ ഓവറോൾ അന്നബൻ. അപ്പൊ മീൻസ് ഇപ്പം നമ്മളിപ്പോ അല്ല, അപ്പൊ ഈ ഒരു സക്സസ് പറയല്ലോ. ഇപ്പൊ നമ്മള് ഇപ്പൊ പണ്ട് എനിക്ക് തോന്നുന്നത്, ഐ തിങ്ക് ഇതിന് മുന്നേ നിഖില തന്നെ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത് 2015 കഴിഞ്ഞിട്ട് ഐ തിങ്ക് ലവ് 24/7 കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് വന്നപ്പോ, അതായത് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു.
എവിടെ ആര് കണ്ടാലും മോളെ പടമൊന്നുമില്ലേ, മോളെ പടമൊന്നുമില്ലേ? അതിപ്പോഴും ഉണ്ട് ഇപ്പോഴുണ്ടോ? ഇപ്പോഴും 5 ദിവസത്തിൽ കൂടുതൽ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. അതായത് 5 ദിവസത്തിൽ കൂടുതൽ നമ്മള് വീട്ടിൽ വന്ന ആൾക്കാർ വിചാരിക്കുന്നത് നമ്മള് ഫീൽഡ് ഔട്ട് ആയി. അത് അറിയാനുള്ള ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. ഫീൽഡ് ഔട്ട് ആയി. നാട്ടുകാർ എല്ലായിടത്തും ഒരേപോലെ അത്. അല്ല ശരിക്കും ഞാനിപ്പോ ചിലപ്പോ എന്റെ അമ്മയോടൊക്കെ ഞാൻ പറയട്ടോ, ചിലത് ഇങ്ങനെ ചിലപ്പോ അമ്മ പറയും അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോ അമ്മ നിങ്ങക്ക് സന്തോഷം ഉണ്ടായപ്പോ നിങ്ങളോട് ആരും വന്നിട്ട് നിങ്ങളോട് സന്തോഷം ഉണ്ടായോ എന്ന് ചോദിച്ചിട്ടില്ലല്ലോ. അതൊരു ഭയങ്കര സന്തോഷാണ്, നിങ്ങളുടെ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരുന്നു എന്ന് പറഞ്ഞു വളരെ കുറച്ച് ആൾക്കാരല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ബേസിക്കലി ആൾക്കാർ വന്നിട്ട് ഉറപ്പിക്കുക നിങ്ങൾക്ക് നമ്മളെ വീട്ടില് കറണ്ടില്ല, അപ്പുറത്തെ വീട്ടില് കറണ്ടില്ല എന്ന് പറയുന്ന സാധനല്ലേ, അതുണ്ടല്ലോ. അതിന്റെ ഒരു ഇതേ ഉള്ളൂ. അല്ലാണ്ട് പൊതുവെ നല്ല നാട്ടുകാരാണ്. പക്ഷെ അല്ല, പൊതുവെ നമ്മുടെ നാട്ടുകാരൊക്കെ ഭയങ്കര അടിപൊളിയാണ്. എല്ലാരെയും പറയണതല്ല, നാട്ടുകാരെന്ന് പറയുന്നത് നാട്ടിലുള്ള ആൾക്കാരല്ല, കോമൺ പീപ്പിൾ ചിലപ്പോ നമ്മളടുത്ത് വന്നിട്ട് അങ്ങനെ ചോദിക്കുന്നതൊക്കെ പിന്നെ അവരുടെ ഒരു ഇന്നസെൻസും ഉണ്ട് അതില്. അതായത് അവർക്ക് അറിയില്ല എന്താ സിനിമയിലുള്ള ആൾക്കാരെ കണ്ട ചോദിക്കുക എന്നുള്ളത്. സിനിമയിലുള്ള ആൾക്കാരെ ചോദിക്കുന്നത് പോലെ നോർമൽ ആൾക്കാർക്ക് അറിയില്ലല്ലോ. ഇപ്പൊ സിനിമയിൽ വരുന്ന ആൾക്കാരോട് നമുക്ക് എന്താ ചോദിക്കാൻ പറ്റുക, അടുത്ത പടം എന്നതാണ്. അത് സിനിമയിലുള്ള ആൾക്കാരെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് അടുത്ത പടം ഏതാന്നുള്ളത്. സ്ഥിരമായിട്ട് എല്ലാവരും പറയുന്നത് കാര്യമാണ് തെലുങ്ക് പടം ഉണ്ട്, തമിഴ് പടം ഉണ്ട്. ഒരു തമിഴ് പടം കിട്ടിയ നമ്മൾ സേഫ് ആണ്. ഒരു കൊല്ലം പറയാം ഒരു തമിഴ് പടം അത്രയും കുറച്ചുകൂടെ സമയം എടുത്താണല്ലോ, നമ്മളെ പോലെ അല്ലല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും പറയാം. ഈ സക്സസ് ഹാൻഡിൽ ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പം ഇപ്പൊ ബോത്ത് ഓഫ് യു, നിങ്ങൾ ആസ് സെലിബ്രിറ്റീസ്, ആസ് ആക്ടേഴ്സ്, നിങ്ങൾ എങ്ങനെയാ സക്സസ് ഹാൻഡിൽ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എപ്പോഴെങ്കിലും പറയില്ലേ നമ്മളെ ഹാൻഡിൽ ചെയ്യാൻ മാത്രം ഇല്ലാത്തതുകൊണ്ട് ഇല്ല, അങ്ങനെയല്ല. നമുക്ക് നിഖില വിമൽ is successful, but what I feel about her is ഈ കടയിൽ ഈ റോഡിൽ 2 സ്ഥലത്താണ് നല്ല പഴംപൊരി. നീ ഏതാണ്ട് താമസിക്കുന്നത് ഈ ഒരു ഏരിയയിലായിരുന്നു. അല്ല, ബട്ട് കടവന്ത്ര ആൻഡ് പഴംപള്ളി. എനിക്ക് നിഖിലെ പറ്റി തോന്നിയിരിക്കുന്നത് വെച്ചാൽ അവൾ അതിൽ അത്ര ബോധവല്ല. അവൾ ഇതൊരു ജോലിയാണ്. അങ്ങനെ എനിക്ക് പേഴ്സണലി തോന്നിയതാണ്. ഞാൻ സക്സസ് ഞാൻ ഹാൻഡിൽ ചെയ്യാറില്ല, അങ്ങനെ ചിന്തിക്കാറില്ല. ഇതിപ്പം ഐ മീൻ ഇത് നമ്മളിപ്പോ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത്, ബട്ട് ദേർ ആർ പ്ലേസസ് അല്ലേ. ഇപ്പൊ നമുക്ക് പിന്നെ മീൻസ് നമുക്കൊരു പ്രിവിലേജ് കിട്ടേണ്ട ഒരു സ്ഥലം ഉണ്ടാവും. അല്ലാണ്ട് ഓക്കെ ഫൈൻ, ഇഫ് ഇറ്റ്സ് എ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം ആണെങ്കിൽ നമ്മൾ എപ്പോഴും അങ്ങനെ നമ്മള് മീൻസ് വി ആർ നോട്ട് ഡിമാൻഡിങ്. പക്ഷെ എന്നാലും ചില സ്ഥലങ്ങളിൽ ഇനി പ്രിഫറൻസസ് എന്ന് നമുക്ക് തോന്നിയിട്ടില്ലേ? ഇല്ല, അതും സക്സസ്സുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലല്ലോ. അത് ഇഫ് യു ആർ സക്സസ്ഫുൾ അതിന്റെ ഒരു പാർട്ട് ആണല്ലോ ഇതൊക്കെ. ബീയിങ് സക്സസ്ഫുൾ ഇഫ് യു ആർ നോൺ അതിന്റെ പാർട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ഇഫ് യു ആർ സക്സസ്ഫുൾ ഡിഫറെന്റ് തിങ്. അതങ്ങനെ ഇതെല്ലാം കൂടെ കിട്ടും എന്നുള്ളതേ ഉള്ളൂ. നമ്മള് ചിലതൊക്കെ പറഞ്ഞ പോലെ ചിലതൊക്കെ ചോദിക്കാതെ കിട്ടും, ചിലതൊക്കെ ചോദിക്കാതെ കിട്ടുള്ളൂ, ചിലതൊക്കെ വല്ലാതെ ചോദിക്കേണ്ടി വരും അല്ലേ, ചിലത് ചോദിക്കാതെ വല്ലാതെ കിട്ടും. പിന്നെ എനിക്ക് ഈ പറഞ്ഞ പെട്ടെന്നുണ്ടായ സക്സസ് ഒന്നും അല്ല. ഞാൻ സിനിമയിൽ വന്നിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എന്റെ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ സിനിമയിൽ വന്ന, അപ്പൊ ഏകദേശം ഒരു അത്രയൊക്കെ ഒരു 10-15 വർഷത്തിന് മുകളിലായി ഞാൻ സിനിമയില്. അപ്പം എനിക്ക് ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളതും ഇത് എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നൊക്കെ സക്സസ് ആവാതിരുന്ന കാലത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സക്സസ് ആവുമ്പോൾ വലിയ സക്സസ് ആയി അല്ല, പക്ഷെ ഇപ്പൊ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. എപ്പോഴും പക്ഷെ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഉണ്ട് കേട്ടോ. അത് സിനിമയിലുള്ള ആൾക്കാർക്ക് എപ്പോഴും ഉണ്ടാവും, എല്ലാ കാലത്തും ഉണ്ടാവും. പക്ഷെ അതുണ്ട്. പക്ഷെ അങ്ങനെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നില്ല. ഞാൻ ഈ പറഞ്ഞ വലിയ നിഖിലെ പറ്റി തോന്നിയിരിക്കുന്നത് നിന്നെ പൊക്കി പറഞ്ഞാൽ നീ എന്ത് മേടിച്ചു പഴംപൊരി. അല്ല, അതായത് പേഴ്സണലി എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും ഡെസ്പറേറ്റ് അല്ല. അതായത് ഇപ്പൊ അന്ന് ഒരു കോൺവെർസേഷനിൽ എന്റെ അടുത്ത് വരെ പറഞ്ഞു ലൈക്ക്
അതായത് നമ്മൾ ഡെസ്പറേറ്റ് ആയതുകൊണ്ട് നമുക്കൊന്നും ആരും കൂടുതൽ തരുമൊന്നുമില്ല. ഇല്ല. ലൈക്ക് അതായത് എന്തെങ്കിലും ഒരു സിനിമ ഇപ്പൊ അവളെ ഫോർ എക്സാമ്പിൾ ഒരാളെ വിളിച്ചിട്ട് പറയാണ് ഇതാണ് ഇങ്ങനെയാണ് പരിപാടി എന്ന് പറഞ്ഞാല് ഷീ ബി ലൈക്ക് ഇഫ് യു വാണ്ട് മീ ടു ഡു ഐ വിൽ ഡു. അല്ലാതെ ഇറ്റ്സ് നോട്ട് അയ്യോ ഞാൻ ഈ കഥാപാത്രം ചെയ്ത് എന്തോ മലമറിക്കാൻ പോവാണെന്ന് അവളെ ഒട്ടും അവളെ പറ്റി വിചാരിക്കില്ല. ഷീ ബി ലൈക്ക് ഇഫ് യു വാണ്ട് മീ ടു ഡു ഇറ്റ് ഐ വിൽ ഡു ഇറ്റ്. ഇതാണ് എന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഇഫ് യു ആർ ഓക്കെ വിത്ത് ഇറ്റ് ഐ വിൽ ഡു ഇറ്റ്. അങ്ങനെ ഒരു ഡെസ്പെറസി ഇല്ല. അതെനിക്ക് ഭയങ്കര എസ്പെഷ്യലി ഇപ്പൊ ഈ പറഞ്ഞ പോലെ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഉള്ള ഒരു സ്ഥലമാണ്. നമുക്ക് ഓരോ ദിവസവും ഭയങ്കര ഇൻകൺസിസ്റ്റന്റ് ആണ്. അങ്ങനത്തെ ഒരു സ്പേസിൽ അങ്ങനെ ആവാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. അതിന്റെ ഒരു വേറെ റീസൺ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഞാൻ വന്നിട്ട് കുറച്ചധികം കാലമായതുകൊണ്ട് തന്നെ നമ്മളൊരു പൊസിഷനിൽ എത്തുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ ആ ഒരു സമയത്ത് അങ്ങനെയാണ് നമുക്ക് പല കാര്യങ്ങളും കിട്ടുന്നതെന്ന് അറിയുമ്പോൾ ഇപ്പൊ നമുക്ക് കിട്ടുന്നതൊക്കെ നമ്മൾ ഈ ഇരിക്കുന്ന ഒരു പ്രിവിലേജ് സ്പേസ് കൊണ്ടുള്ളതാണെന്നും അതില്ലാത്തൊരു പോയിന്റിൽ ഇതൊന്നും നമുക്ക് ഉണ്ടാവില്ല എന്നില്ല കൃത്യമായ ബോധ്യം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ നോട്ട് ദ പാർട്ട് ഓഫ് ദ ഹസിൽ കൾച്ചർ ഇപ്പോഴുള്ള. അതാണ് അതിന്റെ ഒരു ഷോർട്ട് ഇത് പറയുകയാണെങ്കിൽ. അങ്ങനെ ഹസിൽ ചെയ്ത് ഓക്കെ ഞാനിപ്പോ എനിക്ക് ഇത്രയും ഈ ഒരു 15 ദിവസം ഞാൻ ഫ്രീ ആണ്, അപ്പൊ ഓക്കെ ഐ വിൽ ഡു സംതിങ്, സോഷ്യൽ മീഡിയ കത്തിച്ചേക്കാം, അങ്ങനെ നമ്മൾ വിചാരിക്കുകയില്ല. ഞാൻ വിചാരിച്ചിട്ട് ചെയ്യണമെന്നല്ല. If you notice, no, she will not give any hint about her personal things. അത് എടുക്കാൻ തോന്നുന്നല്ലോ. ചെറുതായിട്ടൊന്ന് പോയേക്കാം, എന്തിനും റിസ്ക് എടുക്കാം. അവളുടെ പേഴ്സണൽ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഹിന്റും അവളുടെ സോഷ്യൽ മീഡിയയിൽ ഇല്ല. ആൻഡ് ഐ തിങ്ക് ഷീ ഹാസ് അനദർ പേഴ്സണൽ അക്കൗണ്ട്. ഡു യു? I don't have. ഇല്ല അല്ലേ? അതിനെന്തോ പറയും ജെൻസി ടേംസിൽ ഇറ്റ്സ് കോൾഡ് ഫിൻസ്റ്റ ഓർ സംതിങ്. ഫിൻസ്റ്റ ഇറ്റ്സ് ലൈക്ക് ഒരു ഫേക്ക്, അതായത് there is a fake Insta. Millennial ആയതുകൊണ്ടുള്ള No, how come you are millennial? 94 അല്ലേ? 94 to 2000 മറ്റല്ലേ? 96 ആയോ? 98 മുതലാണ് ജെൻസി, അങ്ങനെ എന്തോ ആണ്. 2000 മുതലോ അങ്ങനെ എന്തോ ആണ് ജെൻസി. ആണോ? ഞാൻ ഓക്കെ 94 96 ഐ സപ്പോസ്. ഓക്കെ, അപ്പൊ മില്ലേനിയൽസ് ആണ്. ഓക്കെ, അപ്പൊ മില്ലേനിയൽസിന് ഇപ്പൊ ഈ ജെൻസി കൾച്ചറിനോട് എന്താ ഒരു ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഫേക്ക് അക്കൗണ്ട്സ് അല്ലെങ്കിൽ നമ്മളാരെ സ്റ്റോക്ക് ജെൻസി കൾച്ചറിനെ കുറിച്ച് എന്ത് തോന്നുന്നു? അല്ല, എനിക്ക് ഫേക്ക് അക്കൗണ്ട് ഉണ്ട്, പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു അതാണ് ഫേക്ക് അക്കൗണ്ട് ഉണ്ട്, പക്ഷെ Not personal അക്കൗണ്ട്. ഓക്കെ ഓക്കെ. ഈ ഫേക്ക് അക്കൗണ്ട് എന്തിനാ വാട്ട് യൂസ്? ഞാന് കുറച്ച് പേര് ഇല്ല, ഞാനതിൽ പോസ്റ്റഡ് അല്ല, അങ്ങനെയല്ല. എനിക്ക് ചില പേജസ് ഒക്കെ ഉണ്ടല്ലോ, എനിക്ക് കുറച്ച് ഈ ഇന്റീരിയർ സാധനങ്ങളോടൊക്കെ ഉള്ള ഒരു സാധനങ്ങൾ, പ്ലാൻസ് അല്ലെങ്കിൽ നല്ല ക്ലോത്തിങ് സ്റ്റോറുകൾ, അതൊക്കെ ഞാൻ മറ്റേ പേജിൽ നിന്ന് ഫോളോ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഈ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു അക്കൗണ്ട് എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെയുള്ള പേജുകൾ, ഈ എന്താ പറയുക ഹൗസ് ഇന്റീരിയർ കാര്യങ്ങൾ, പിന്നെ കുക്കിംഗ് പേജസ്, മറ്റേ ബേക്കിംഗ് അങ്ങനത്തെ സാധനങ്ങൾ, അതൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേജുണ്ട്. അങ്ങനെ പക്ഷെ അതിനകത്ത് പറഞ്ഞാൽ പോസ്റ്റ് ഒക്കെ ഇടും, പോസ്റ്റോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇടാറില്ല. കാരണം ഞാൻ നിഖില പറയുന്നത് ഷീ ഡസന്റ് വാണ്ട് ടു ഇൻഫ്ലുവൻസ് എനിബഡി. ആസ് ഇൻ അവള് എന്തെങ്കിലും ഒരു സാധനം അവള് വാങ്ങിച്ചു അല്ലെങ്കിൽ അവള് ഓൺ ചെയ്തെങ്കിൽ അത് കാണിച്ചിട്ട് ആ ഒരു പ്രഷർ ബാക്കിയുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ ഇഷ്ടമില്ല. ആൻഡ് ഷീ ഈസ് എ വെരി പ്രൈവറ്റ് പേഴ്സൺ. അത് ഇന്നത്തെ കാലത്ത് ഇറ്റ്സ് നോട്ട് ഈസി. അപ്പം എനിക്കത് ഭയങ്കര പാടാ. പക്ഷെ അത് നാച്ചുറലി വരുന്നത്. ഐ ഡോണ്ട് തിങ്ക് ഷീ ഈസ് ടേക്കിംഗ് ആൻ എക്സ്ട്രാ എഫേർട്ട് ടു ഡു ദാറ്റ്. ആൻഡ് സ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു സെലിബ്രിറ്റീസ്, അങ്ങനെ ഒരു ലോക്കി ലൈഫ് എനിക്ക് ഇറ്റ്സ് ഇംപോസിബിൾ തോന്നുന്നല്ലേ? എനിക്ക് പോസിബിൾ ആണ് കേട്ടോ, എനിക്ക് പോസിബിൾ ആണ്. എനിക്ക് പോസിബിൾ ആണ്. അത് നാച്ചുറൽ ആണ്. എനിക്ക് അതായത് ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഞാനത് അത് തെറ്റാണോ എന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിയില്ല. പക്ഷെ എന്റെ പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാന് അതുകൊണ്ട് തന്നെ അതില് ഇപ്പൊ ഞാൻ വളരെ പേഴ്സണൽ ആയിരിക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ ഞാൻ വളരെ ഇപ്പൊ ഞാനൊരു അങ്ങനെ ഒരു സിനിമയ്ക്ക് പോവോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ഞാൻ തന്നെയാണ് പോവാ. അപ്പൊ ഞാൻ അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് ആരെങ്കിലും ഒക്കെ വന്ന് ചിലപ്പം ഇപ്പൊ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ വന്ന് ഫോട്ടോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കൊടുക്കാറില്ല. അത് അത്ര നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലതായിരിക്കില്ല. ബിക്കോസ് ആൾക്കാർ വിചാരിക്കുമ്പോൾ എന്താ അവർക്ക് എന്ന് തോന്നാം. പക്ഷെ അപ്പം നമ്മൾ ഫോട്ടോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം കുറച്ചധികം നേരം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്യേണ്ടി വരും.
അപ്പോൾ എനിക്ക് അത് ഞാൻ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ എൻ്റെ ഒരു ലെഷർ ടൈം എന്നുള്ളത് പോലെ ഞാൻ എടുക്കുന്ന കാര്യങ്ങളാണ്. എനിക്ക് ചിലപ്പം ഷോപ്പിങ്ങിന് പോവുക, അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് ചിലപ്പം ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാൻ അങ്ങനെ പോകുമ്പോൾ അതെൻ്റെ ഒരു പ്രൈവസിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, ഞാനത് സോറി എടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയാറുണ്ട്. ചിലർക്കത് ഭയങ്കര ഒഫെൻസീവായിട്ട് തോന്നും, അവരത് ഭയങ്കര ഒഫെൻസീവായിട്ട് തന്നെ റിയാക്റ്റും ചെയ്യും. പക്ഷെ അപ്പോഴും ഞാൻ എൻ്റെ പ്രൈവസീനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തു എന്ന് എനിക്കൊരു തോന്നലുള്ളത് കൊണ്ട് ഐ ഡോണ്ട് ഫീൽ ബാഡ് അബൌട്ട് എങ്ക ഇറക്കേ എന്ന് ചോദിക്കാനാണ്. എന്തായി കണ്ടന്റ് കിട്ടിയോ? എല്ലാം ഓക്കെ? ഞാൻ പറഞ്ഞെങ്കിൽ ചോദിച്ചു, അതിനാണ്. എപ്പോഴാ അപ്പം ടെൽ മീ അബൌട്ട് ഡ്രൈവ് പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ടെൽ മീ അബൌട്ട് എവിടെ, എങ്ങനെ, എപ്പോ പഠിച്ചത്? ഡ്രൈവ് പോയിന്നല്ല, ഞാൻ അതൊരു ഡ്രൈവ് ആയിരുന്നു. ജനറലി ഞാൻ അങ്ങനെ വണ്ടി ഓടിക്കാറുണ്ടായിരുന്നില്ല, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് പഠിച്ചപ്പോഴും ഞാൻ എറണാകുളത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ ഓടിക്കാം എന്നുള്ളതായിരുന്നു എന്റെ ഉദ്ദേശം. പക്ഷെ രണ്ട് പ്രത്യേക സാഹചര്യങ്ങളിൽ വണ്ടി ഓടിക്കാമെന്ന് ഏറ്റിരുന്ന ഡ്രൈവർമാർ 2 പ്രാവശ്യം പറ്റിച്ചതിന്റെ ഭാഗമായി സ്വന്തമായി വണ്ടി എടുത്ത് 2 പ്രാവശ്യം വന്നതിന്റെ ധൈര്യത്തിലാണ് ഇപ്പൊ ഞാൻ ഈ വണ്ടി ഓടിക്കുന്നത്. ഓക്കെ, ഞങ്ങൾക്ക് ആദ്യം ചെറിയൊരു പ്രശ്നം, നമ്മളിങ്ങനെ ഓക്കെ ആണോ അല്ലയോ എന്നൊരു പ്രശ്നം. എനിക്ക് മാനുവലില് ഒരു ചെറിയ പ്രശ്നമുണ്ട്, പക്ഷെ ഓട്ടോമാറ്റിക് കുറച്ചും കൂടെ ഈസിയാണ്. യോ വെഹിക്കിൾ ഇസ് ഓട്ടോമാറ്റിക് അല്ലേ? എങ്ങനെയുണ്ട്? ഹൗ ഇസ് ദാറ്റ്? ആർ യു ടു ഡ്രൈവ്? ഞാൻ എന്റെ ഉപ്പ ആക്ച്വലി ആർടി ഓഫീസ് വർക്ക് ചെയ്തിരുന്നാണ് ഉപ്പ. അപ്പൊ ഞാനൊരു 10th കഴിഞ്ഞപ്പോ ഒരു മാരുതി വാങ്ങിയിട്ട് ഞാൻ ഓടിക്കാൻ പഠിച്ചു. ഞാൻ 18 ഇയേഴ്സ് ആയപ്പോ ഞാൻ ലൈസൻസ് എടുത്തു. പിന്നെ അത് ആക്ച്വലി ഓടിക്കേണ്ടി വന്നിട്ടുള്ളത് ഹസ്ബൻഡ് കയ്യിൽ എക്കോസ്പോർട്ട് ആയിരുന്നു. ഹസ്ബൻഡ് വർക്ക് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ഓടിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ഫോർഡ് ഫിഗോ, അതും മാനുവൽ ആണ്, ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ടു സെക്കൻഡ് ഹാൻഡ്. ഞാൻ ഓടിച്ച് പഠിക്കാണല്ലോ. പിന്നെ അന്ന് മോൻ ചെറുതാ, അപ്പൊ അവനെ വെച്ച് ഓടിക്കുകയും വേണമായിരുന്നു. ഹസ്ബൻഡിന്റെ വീട് ചെറുതുരുത്തിയാണ്, അപ്പൊ അങ്ങോട്ടേക്കുള്ള ട്രാവൽ അതായിരുന്നു എന്റെ യൂഷ്വൽ വണ്ടി ഓടിക്കൽ. എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് എറണാകുളത്ത് ഓടിക്കാൻ ഭയങ്കര പേടിയാ. അതായത് എനിക്ക് പാർക്ക് ചെയ്യുന്നത്, അതേപോലെ ചെറിയ ചെറിയ വഴി കൂടെ പോകുന്നത്, അതൊക്കെ എനിക്ക് ഭയങ്കര പേടിയാ. പക്ഷെ ഇപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് തൃശ്ശൂർ പോവാണെങ്കിൽ ആ ഹൈവേ എത്തിക്കഴിഞ്ഞ് എനിക്ക് വണ്ടി തന്നാ അങ്ങനെയാണ്. അതാണ്, അങ്ങനെയാണ്. ഞാൻ ഭയങ്കര എക്സ്പേർട്ട് ഒന്നും അല്ല, ഐ കൻ മാനേജ്. നമ്മൾ അറിഞ്ഞിരുന്ന ക്ലോസസ്റ്റ് സെലിബ്രിറ്റി ഇല്ലേ? അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ എന്റെ നാട്ടിൽ ഇപ്പം എനിക്കറിയാവുന്ന ക്ലോസസ്റ്റ് സെലിബ്രിറ്റി എന്ന് പറയണത് നമ്മുടെ മിഥുൻ മാനുവൽ ചേട്ടനായിരുന്നു. മിഥുൻ മാനുവൽ ചേട്ടനായിരുന്നു, വയനാട്ടിലാണ്. അപ്പൊ അങ്ങനെയായിരുന്നു ഒരു സെലിബ്രിറ്റി. അപ്പൊ ഗ്രോയിങ് അപ്പ് അങ്ങനെ അറിയുന്ന ഒരു സെലിബ്രിറ്റി ആരായിരുന്നു? അറിയുന്ന ഇൻ ദ സെൻസ് നമ്മുടെ നാട്ടുകാരനാണ്, അല്ലെങ്കിൽ നമ്മുടെ തൊട്ടാണ്, നമുക്ക് പരിചയമുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഉണ്ടാവില്ലേ? അമ്മ ഡാൻസ് ഒക്കെ ആയതുകൊണ്ടില്ലേ? മറ്റേ അനു ജോസഫ് എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര മുടിയുള്ള ഒരു ചേച്ചിയില്ലേ, സീരിയലും സിനിമയൊക്കെ ചെയ്യുന്ന അനു ചേച്ചി എന്റെ അമ്മയുടെ സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ അറിയാം. പക്ഷെ അങ്ങനെ സിനിമ ഭയങ്കര സെലിബ്രിറ്റി പരിചയം എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ വീട്ടില് സോമൻ വന്നിട്ടുണ്ട്, പഴയ ആക്ടർ. അതിപ്പോ എന്റെ വീട്ടില് മഞ്ജു ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട് പണ്ട്. അതായത് ഈ ഡാൻസ് പഠിക്കാൻ നമുക്കറിയില്ല, അങ്ങനെ ക്ലോസ് ആയിട്ടൊന്നും അറിയില്ല. അങ്ങനെ ഒക്കെ അല്ലാണ്ട് ഇപ്പൊ എന്റെ കസിൻ അഭിനയിക്കുന്നുണ്ട്, എന്റെ അച്ഛന്റെ അനിയത്തിയുടെ മോൻ. ഉറപ്പിച്ചു പറയട്ടെ, അതെന്താന്നറിയോ, എനിക്ക് അച്ഛന്റെ അനിയത്തിയാണ്, പക്ഷെ ഞാന് എല്ലാരും വിളിക്കാണ്ട് ഞാൻ വല്യമ്മന്ന് വിളിക്കാം. അപ്പൊ എനിക്ക് ഇടയ്ക്ക് കൺഫ്യൂഷൻ ആണ്. അപ്പൊ ഞാൻ ഇടയ്ക്ക് അച്ഛന്റെ ചേച്ചി എന്നും പറയും, അച്ഛന്റെ അനിയത്തി എന്നും പറയും. ശിവജിത്ത് എന്നാണ് വരുന്നത്, നമ്മുടെ ഇപ്പൊ മറ്റേ പ്രാവൻകൂട് ഷാപ്പിലൊക്കെ. പുള്ളി ഡാൻസർ അല്ലേ? പുള്ളി ഡാൻസർ. എന്റെ അമ്മയാണ് മൂപ്പര ഡാൻസ് പഠിച്ചത്. കലാപ്രതിഭ സെറ്റപ്പിൽ അങ്ങനെ ഉള്ള അമ്മ ഡാൻസ് പഠിപ്പിച്ചു, അച്ഛൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ എന്റെ വീട്ടിൽ വന്നിട്ടാണ് പഠിച്ചതൊക്കെ. ഞങ്ങൾ കുഞ്ഞാട്ടൻ എന്നാണ് വിളിക്കുക. അപ്പൊ കുഞ്ഞായിരുന്നു, ഇപ്പൊ വലിയ ആളായി. അപ്പം ഇപ്പോഴും ഞങ്ങള് കുഞ്ഞാട്ടൻ തന്നെ വിളിക്കുന്നത്. ചില കുട്ടികൾക്ക് പെട്ടെന്നായിട്ട് കുഞ്ഞാട്ടനെ കണ്ട പക്ഷെ നമ്മൾ പേടിച്ചു തോന്നല്ലേ? ഭീകരനാണ് കുഞ്ഞാട്ടൻ, ഭീകരനാണ്. ഇപ്പം കുഞ്ഞാട്ടനും പണ്ട് മുതലേ ശ്രമിക്കുന്നുണ്ട് സിനിമ ചെയ്യാൻ വേണ്ടിട്ട്.
എന്റെ വീട്ടിൽ ശ്രമിക്കാണ്ട് ഇത് കിട്ടിയ ഒരാള് ഞാനാണ്. ശ്രമിച്ച് വളരെ കഷ്ടപ്പെട്ട് അതിൽ വന്ന ഒരാളാണ് കുഞ്ഞേട്ടൻ. ഈ കണ്ണൂർ സ്ലാങ് അല്ലെങ്കിൽ ഈ കണ്ണൂർ എപ്പോഴാണ് നമുക്ക് ഒരു അഡ്വാൻറ്റേജ്, എപ്പോഴാണ് ഇതൊരു ഒരു ചെറിയൊരു പാരയാണ്? കണ്ണൂർ സിനിമ ചെയ്യുമ്പോ നല്ലതാണ്. കണ്ണൂർ നമുക്ക് വേറെ എന്താ പ്രശ്നം വെച്ചാൽ വേറെ ആൾക്കാരെ കൊണ്ട് കണ്ണൂർ ഭാഷ പറയിപ്പിക്കുന്ന വലിയ പാടാ. നമ്മക്കൊരു നീട്ടലും കുറുക്കലും കുറച്ചധികം ഉണ്ട്. അത് പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഭാഗത്തേക്കുള്ള ആർക്കും അത് ചിലപ്പോ കുറച്ച് ഈസി ആയിട്ട് കിട്ടും. ഇപ്പൊ മലപ്പുറം കോഴിക്കോട്, പക്ഷെ ഈ സൈഡിലുള്ള അവർക്ക് അത് കിട്ടാൻ ഭയങ്കര പാടാണ്. എവിടെങ്കിലൊക്കെ നിങ്ങളിലൊക്കെ ചിലപ്പോ പിടിക്കും. ചില വാക്കൊക്കെ പറയുമ്പോ നമുക്കറിയാം ഇവർ എവിടുന്ന വരുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഷാ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചില്ലേ നിങ്ങളെ വീട് ഈ ഭാഗത്തല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ അപ്പോ ശാപമായിട്ട് ഇല്ല എനിക്ക് എവിടെയും അങ്ങനെ സാധനം ഇല്ല. കാരണം എന്താ വെച്ചാ ഞാൻ പഠിച്ചത് കുറച്ചുകാലം കോട്ടയത്ത്. എന്റെ അമ്മ ഈ ആലക്കോട് ഭാഗത്താ. അപ്പം ഇവർക്ക് കുറച്ചൊരു തെക്കൻ സ്ലാങ് ആണ് കൂടുതല്. അതുകൊണ്ട് എനിക്ക് ആ സ്ലാങ് ഉണ്ട്. പിന്നെ ഞാന് ഡാൻസ് എനിക്ക് പെട്ടെന്ന് സ്ലാങ് ക്യാച്ച് ചെയ്യാൻ പ്രത്യേക കഴിവുണ്ട്. എനിക്ക് തമിഴ് എഴുതി വായിക്കുകയൊക്കെ ചെയ്യും. സ്ലാങ് പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താറിയോ, അതായത് ഇവര് ഡയലോഗ് ഫസ്റ്റ് കൊണ്ട് കൊടുക്കുമല്ലോ, അപ്പൊ നമുക്ക് ഭാഷ അറിയാത്ത ഐ മീൻ വേറെ മംഗ്ലീഷിലൊക്കെ തമിഴ് ഇംഗ്ലീഷിലാക്കി കൊണ്ട് കൊടുക്കും. നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പോകും. രാവിലെ ആകുമ്പോ അവർ അവിടെ ഇവിടെ എവിടെ ചില മാറ്റങ്ങൾ അപ്പൊ അവള് പറയാതെ ഭയങ്കര പണിയാ. പിന്നെ ആദ്യമേ കാണാപ്പാടം പഠിച്ചിട്ട് പോയിട്ട് ഭാഷ അറിയാൻ നമ്മൾ കാണാപ്പാടം പഠിക്കാണ്. അപ്പൊ പെട്ടെന്ന് അവിടെ എത്തുമ്പോ അവര് പറയുന്നത് ഈ വാക്കിന് പകരം വേറൊരു വാക്ക്, അത് നമുക്ക് വായിൽ വരുന്നില്ല. ഇടയ്ക്ക് നമുക്ക് കേട്ടാൻ പറ്റും. അതിനുവേണ്ടി ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചതാണ്. വായിക്കാൻ പഠിക്കാന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ട്രൈ ചെയ്തിട്ട് നല്ല സമയം നമ്മളത്ര അക്ഷരങ്ങൾ ഇല്ലാന്ന് തോന്നുന്നു. അക്ഷരങ്ങൾ കുറവാണ്, പക്ഷെ തമിഴിന് പിന്നെ ഒരു ഫ്ലോ ഉണ്ട്. എനിക്ക് അതാ അവരുടെയും സ്ലാങ് കുറച്ചുകൂടെ ഒക്കെ പിടിക്കാനും പറ്റാറുണ്ട്. എനിക്ക് സ്ലാങ് പിടിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. മാത്രമുള്ള ഒരു കഴിവാണ്. അല്ല കുറെ പേർക്കുണ്ട്. എനിക്കുണ്ട് കുറച്ച്. അല്ല ഞാൻ കണ്ടിരുന്നു ഈ ഇടയ്ക്ക് ഒരു പ്രോഗ്രാമിന് പോയപ്പോ എനിക്ക് മലയാളം അറിയാം, പക്ഷെ നിങ്ങൾ പറയുന്ന മലയാളം തമിഴ് അറിയാം. അത് ഭയങ്കര വൈറലായിരുന്നു. അത് ഇങ്ങനെ വിചാരിക്കണ പോലെ ഒരു തഗ് സാധനം അല്ല. അതൊക്കെ ഇവരെനിക്ക് അറിഞ്ഞൂടാട്ടോ. ഞാൻ വളരെ നാച്ചുറൽ. അവര് ശരിക്കും പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അല്ല അത് ആർക്കും മനസ്സിലായില്ല. അവരെന്തോ നിങ്ങളെ കണ്ടിട്ടുണ്ടോ എന്തോ അല്ല എവിടുന്നോ വരികയാണെന്നോ അങ്ങനെ എന്തോ. അപ്പൊ എനിക്കത് മനസ്സിലാവാത്തോണ്ട് ഞാൻ പറഞ്ഞതാണ്. എനിക്ക് തമിഴ് നല്ല പുരിയോ. മനസ്സിലായില്ല എന്നുള്ളത് ഞാൻ വളരെ അല്ല എന്റെ തെറ്റാണ് കേട്ടോ. കാരണം ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഒരു സട്ടയർ വർത്താനം എല്ലാത്തിലും ഉണ്ട്. ഞാൻ ജനറലി ഒരാളോട് വർത്താനം കണ്ണൂരുകാർ മൊത്തമുള്ള ഒരു സർക്കാസം ഉണ്ട്. ഉണ്ട്, കണ്ണൂരുകാർക്കും ഉണ്ട്, എനിക്ക് കുറച്ച് അധികം ഉണ്ട്. ഞാൻ വെറുതെ ഇപ്പൊ ഒരാളോട് വർത്താനം പറയാം, എനിക്ക് നല്ല പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഞാൻ എന്താടാ അങ്ങനെയാണ് വർത്താനം പറയാ. അല്ലാണ്ട് വരൂ ഇരിക്കും അങ്ങനെയാണ് പറയില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും നീ വയനാട്ടുകാരനായിട്ട് നിനക്ക് പറയത്തില്ല എന്നൊക്കെ എവിടുന്നാ വരുന്നത്? വയനാട്ടിൽ കുറച്ച് സൈഡിൽ ഈ തെക്കൻ അതായത് ഇവിടുന്ന് കുടിയേറി പോയ കുറെ ആൾക്കാരുണ്ട് അങ്ങോട്ടേക്ക്. അതാണ് എന്റെ അമ്മയൊക്കെ ഈ കോട്ടയം ഭാഗത്തു നിന്നൊക്കെ കുടിയേറ്റ കർഷകരുടെ മിക്സ്ഡ് വരും. അപ്പൊ കോട്ടയം ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു ഒരു ടൈമിലല്ലേ? സ്ലാങ്സ് എല്ലാം പെട്ടെന്ന് പിടിക്കാൻ പറ്റുന്ന. തൃശ്ശൂര് കുറച്ചും കൂടെ അതും എനിക്കുണ്ട്. ഞാന് ഡാൻസ് പഠിക്കാൻ കമ്പാരിറ്റീവ്ലി കുറച്ച് ഈസിയാണ് പിടിക്കാൻ. എനിക്ക് ഇത്തിരിയും കൂടെ കിട്ടാത്തത് എനിക്ക് തൃശ്ശൂര് കിട്ടും. പാലക്കാടാണ് കുറച്ചുകൂടെ കിട്ടാൻ. പാലക്കാട് കുറച്ചുകൂടെ നീട്ടി ഉണ്ട്. പാലക്കാട് ഇച്ചിരി കഷ്ടമാണ്. ട്രിവാൻഡ്രം പിന്നെ ഈ പറയുന്ന പോലത്തെ സ്ലാങ് അല്ല ശരിക്കും ട്രിവാൻഡ്രം. അല്ല ഞാന് സിനിമയിൽ പറഞ്ഞതൊക്കെ ബോണക്കാട് ആ സൈഡിലേക്കൊക്കെ ഉള്ള ആൾക്കാര്. മറ്റേ
സുരാജേട്ടനൊക്കെ ഫസ്റ്റ് പറഞ്ഞുകൊണ്ടിരുന്ന എഴുതുന്ന സാധനം ആ സാധനമാണ്. പക്ഷെ അത്രയും ഈ ടൗണിലേക്കൊന്നും വരുമ്പോ ഇല്ലാന്ന് തോന്നുന്നു. അവര് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു അതെ ലൈറ്റ് ആയിട്ടാണ് സ്ലാങ്സ്. ഓക്കെ. നിങ്ങളുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നിങ്ങളുടെ ഐ മീൻ സോഷ്യൽ മീഡിയ എങ്ങനെ എത്രത്തോളം ഫോളോ ചെയ്യുന്നു, എന്തൊക്കെയാണ് ഇതെല്ലാം? ഇത് നിങ്ങൾക്കെതിരെ വരുന്ന ഐ മീൻ എതിരെ ഇൻ ദ സെൻസ് ലൈക്ക് ഇഫ് യു ടേക്കിംഗ് ഇറ്റ് ആസ് ഫൺ ഇറ്റ്സ് ഓൾ ഫൺ, പക്ഷേ ഈ ട്രോൾസും കാര്യങ്ങളും ഇതൊക്കെ കാണുന്നുണ്ടോ? എല്ലാം ഞാനിരുന്ന് കാണുന്നത്, അല്ലെങ്കിൽ ഓരോ സമയത്ത് ഓരോ ട്രെൻഡിങ് ആവുന്നത് കുറെ ആൾക്കാർക്ക് അയച്ചു തരും കേട്ടോ. സ്നേഹമുള്ള ഇനി എങ്ങാനും കണ്ടില്ലെങ്കിലോ മെൻഷൻ ചെയ്ത് കാണിക്കുന്ന ആൾക്കാരൊക്കെ നല്ല മനുഷ്യരാ. ശരി, വളരെ നല്ല മനുഷ്യരാണ്.